അതുപോലെ ഫ്രീ വൈഫൈ. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ബാൽക്കണി, സിറ്റി മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു പുഴയാണ്. പോർച്ചുഗീസ് ഹിറ്റ്ലർ ആക്രമിച്ച സമയത്ത് ആളുകൾ ഇവിടെ താമസിച്ചു. മോസൽ എന്ന റിവറിൻ്റെ തീരത്തൂടെയാണ് ട്രെയിൻ പോകുന്നത്. പുറത്ത് അസാധ്യ തണുപ്പാണ്, -12 ആണ് ടെമ്പറേച്ചർ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അകത്ത് കയറാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ അതിനകത്ത് കയറുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയത്തിൽ കയറി, ഒരു ബ്രേക്കാണത്. നമ്മൾ പുറത്തിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടും. അപ്പോൾ ഈ മ്യൂസിയത്തിൽ കയറി, മ്യൂസിയം 1-2 മണിക്കൂർ കാണാനുള്ള മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയം ഫ്രീ ആണ്. ലക്സംബർഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ഫ്രീ മ്യൂസിയം, നമുക്ക് ഫ്രീ എൻട്രി കിട്ടുന്ന കുറേ മ്യൂസിയംസ് ഉണ്ട്. അപ്പം ഇവിടെ വരുന്ന ആളുകൾക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഫ്രീ വൈഫൈ, അതിൻ്റെ കൂടെ ഫ്രീ എൻട്രി കൂടി, പല മ്യൂസിയത്തിലേക്കും ഫ്രീ എൻട്രി കൂടി കിട്ടും. അതൊക്കെയാണ് ഈ ലക്സംബർഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ബാൽക്കണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത്. മഞ്ഞ് പെയ്യുന്ന സമയത്ത് സ്ലിപ്പാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കുന്ന വിധമാണ് ഇവിടുത്തെ നടപ്പാതകൾ അല്ലെങ്കിൽ ഫുട്പാത്തൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ മിക്കയിടത്തും ഫ്രീ വൈഫൈ കിട്ടുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ലൊക്കേഷൻ മാപ്പ് ഇടാനും മറ്റുമൊക്കെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ബസ്സും അതുപോലെ ട്രെയിനും ഒക്കെ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ലക്സംബർഗ് സിറ്റിയിൽ കറങ്ങുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അതേസമയത്ത് താമസിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബില്ല് വരും. നല്ല തണുപ്പുണ്ടെങ്കിലും കുറേ ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1.25 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയൊരു പാലമാണ് കാണുന്നത്. ഇതുണ്ടാക്കിയ സമയത്ത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ നീളം കൂടിയ പാലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ലക്സംബർഗ് സിറ്റി, അതാണ് നമ്മുടെ ഈ പുറകിൽ ഇങ്ങനെ കാണുന്നത്. നോക്കൂ, താഴ്വരയിൽ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഗ്രൻഡ് എന്നാണ്. ഇവിടെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ 15-ാം നൂറ്റാണ്ടിലും അതുപോലെ 17-ാം നൂറ്റാണ്ടിലൊക്കെ പണിത പഴയ കെട്ടിടങ്ങളാണ്. ഒരു കാലത്ത് തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങളായിരുന്നു ഇത്. നമുക്ക് താഴെ ഈ കാണുന്ന നദിയുണ്ടല്ലോ, അൽസറ്റെ എന്ന ഈ നദിയുടെ തീരത്തായിരുന്നു ആദ്യകാലത്ത് എല്ലാ കച്ചവട സംരംഭങ്ങളും ഉണ്ടായിരുന്നത്. ആധുനിക വ്യവസായമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ നദിയുടെ തീരത്തായിരുന്നു ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ മില്ലിംഗ് കമ്പനികളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇവിടെയൊക്കെ താമസിച്ചിരുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. ഈ കാണുന്ന കോട്ടയുടെ താഴെയായിക്കൊണ്ട് ഏതാണ്ട് 18 കിലോമീറ്ററോളം നീളമുള്ള ഒരു ടണലുണ്ട്. അതന്ന് പ്രതിരോധത്തിന് വേണ്ടി സ്പാനിഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ലക്സംബർഗ് ആക്രമിച്ച സമയത്ത് ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി പോവുകയാണ്. ഫ്രഷ് ജിഞ്ചറും ലെമനിട്ട ഒരു ചായയാണിത്. നമ്മൾ മുകളിലെ സിറ്റിയിലെ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട ഗ്രൻഡ് എന്നുള്ള സ്ഥലമാണിത്. അധികം വീതിയില്ലാത്ത എന്നാൽ ഈ സിറ്റി മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു പുഴയാണ് അൽസറ്റെ. അപ്പോൾ ഇതിൻ്റെ കുറുകെ നമുക്ക് 4-5 പാലങ്ങൾ ഈ ഗ്രൻഡിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ 2 വശത്തും ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഈ പുഴയുടെ 2 തീരത്തും മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുന്നത് കണ്ട് അത് ആസ്വദിച്ച് നടക്കാൻ നല്ല രസമാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, പ്രോപ്പറായി നമ്മൾ ഡ്രസ്സ് ധരിച്ചിരിക്കണം. തണുപ്പ് നല്ലപോലെ ഉണ്ട്. ഇവിടെ നിന്ന് മേലേക്ക് ബസ്സുണ്ട്, പക്ഷേ നടന്നു പോകാനാണ് എൻ്റെ പ്ലാന്. മുകളിലേക്കുള്ള ഏറ്റവും എളുപ്പവഴി ഇത് തന്നെയാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ചോദിച്ച് ഉറപ്പാക്കാം. You always go to the top of the street. Okay. And when you are at the top, you will take slightly on your left. Okay.
and from there you walk 2 minutes and you will go Place de Paris. There you have the tram stop. Okay, Plan de Paris. So it's not far away from here. No, by walking at your current speed, it's about 10-15 minutes, no more. Okay. Okay. Thank you. Take care. Bye bye. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. മേലോട്ടാണ് നമ്മൾ നടക്കുന്നത്. പ്ലേസ് ഗ്യുവാം എന്ന ലക്സംബർഗ് സിറ്റിയിലെ ഒരു പ്രധാന ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ഇപ്പോൾ എന്തോ നടക്കുന്നുണ്ട്. കുറേ വണ്ടികളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതൊരു ആഴ്ചച്ചന്ത പോലെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. So what is this actually, the market? This market, Yeah. it's all Wednesday and Saturday you can come here. It's Okay. normally market, it's not special, it's a weekend market. Oh, it's a weekend market. Weekend Okay. market, yes. Thank you. No, well, Thank you. bye-bye. ആഴ്ചയിൽ 2 ദിവസം ഇവിടെ ഈ ആഴ്ചച്ചന്ത നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് യൂറോപ്പിൽ മിക്കയിടങ്ങളിലും ഇതുപോലുള്ള വീക്കെൻഡ് മാർക്കറ്റ് കാണാൻ കഴിയും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ചീസ് പോലുള്ള മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ ലോക്കലായിട്ടുള്ള മറ്റു പ്രോഡക്ട്സ്, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ ഫ്രഷായിട്ട് നമുക്ക് ഈ ഇത്തരം മാർക്കറ്റുകളിൽ കാണാൻ പറ്റും. സാധാരണ വീക്കെൻഡ് മാർക്കറ്റിലെ ഷോപ്പുകളൊക്കെ തന്നെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവാറ്. ഇത് സ്നോ ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ കവർ ചെയ്തിട്ടുള്ളത്. I'm from India actually. Yeah. You mean Luxembourgish is totally different from German and French, or it's a mixture? No, it's for me it's a mixture. It's a mixture. A bit of all, yes. They were all in Luxembourg. The Spanish, the Dutch, the French, Portuguese. the Portuguese. Now they are here. Somebody told me around 220 countries are here. Les Dames, those are 3 ഭാഷകളാണ് ലക്സംബർഗിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ലക്സംബർഗിഷ്, ജർമ്മൻ, പിന്നെ ഫ്രഞ്ച്. ജർമ്മനിക് ലാംഗ്വേജ് ആയിട്ടാണ് ലക്സംബർഗിഷിനെ കാണുന്നത്. എന്നാൽ അവർ പറഞ്ഞതുപോലെ ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ലക്സംബർഗിഷ്. നാസികൾ ലക്സംബർഗ് ആക്രമിച്ച സമയത്ത് നശിപ്പിച്ചു കളഞ്ഞതാണ് ഈ സ്തൂപത്തിന് മുകളിലുള്ള ഗോൾഡൻ ലേഡി എന്ന സ്റ്റാച്യു. അത് പിന്നീട് ഇവിടെ സ്ഥാപിച്ചതാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ലക്സംബർഗിനെ കീഴ്പ്പെടുത്തിയ സമയത്ത് രാജ്യത്തിനു വേണ്ടി നിലകൊണ്ടവരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. രാവിലെ 9:30 മണിയാണ് ഇപ്പോൾ സമയം. സൺഡേ ആയതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരെയൊന്നും ഇവിടെ കാണുന്നില്ല. ലക്സംബർഗിൽ എല്ലാവിടെയും നമുക്കിങ്ങനെ റെൻറ്റിന് സൈക്കിൾ എടുക്കാനുള്ള ഫെസിലിറ്റി കാണാൻ പറ്റും. ഓൺലൈനിൽ തന്നെ പേ ചെയ്ത് എടുക്കാം. €2 കൊടുത്താൽ ഒരു ഫുൾ ഡേ നമുക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റും. ജർമ്മനിയിലേക്ക് തിരിച്ചു പോകേണ്ടത് ഇവിടെയുള്ള മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ലക്സംബർഗ് ട്രെയിൻ കമ്പനിയായ CFLൻ്റെ ട്രെയിനാണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ലക്സംബർഗിൽ നിന്ന് കോബ്ലൻസിലേക്ക് പോകുന്നതാണ്. ലക്സംബർഗിൻ്റെ ബോർഡറായ വാസർബിലിഗ് വരെ ഈ ട്രെയിനിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പക്ഷേ അത് സെക്കൻഡ് ക്ലാസ്സിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പേ ചെയ്യണം. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം അധികം പാസഞ്ചേഴ്സൊന്നും ഇല്ല. ജർമ്മനിയിൽ നിന്നാണ് ലക്സംബർഗിലേക്ക് വന്നത്. വരുന്ന സമയത്തും ഇരുവശങ്ങളിലും ഇങ്ങനെ വിൻ്റർ കാഴ്ച കണ്ടിട്ടാണ് വന്നത്. വിൻ്ററിലെ കാഴ്ച എന്ന് പറയുന്നത് അതിന് പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല മോസൽ എന്ന റിവറിൻ്റെ തീരത്തൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തീരത്തുള്ള വീടുകൾ, മരങ്ങൾ,
അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, ഇതെല്ലാം കൂടി വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ ട്രെയിനിലുടനീളം നമുക്ക് കാണാൻ പറ്റുക. ജർമ്മനിയിൽ നിന്ന് ലക്സംബർഗിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിലും അതുപോലെ ലക്സംബർഗിൽ നിന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിലൊക്കെ തന്നെ നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. വിൻ്ററിൻ്റേതായ പ്രത്യേകമായ കാഴ്ച കാണാൻ പറ്റും. അല്ലാത്ത സമയത്തും ഈ കാഴ്ച മനോഹരമാണ്.